ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായി ഞായറാഴ്ച ലോകത്തിലെങ്ങും കർത്തൃ ദിവസമായി ആചരിക്കപ്പെടും. ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനും അപ്പഞ്ഞുറുക്ക് കൂട്ടായ്മ ആചരിക്കുവാനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ കൂടി വന്ന ദിവസമാണ് ഞായറാഴ്ച. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. അഴിയും മോഴിയും നിർമ്മിച്ച നാഥന്, അഴിയും മോഴിയും നിർമ്മിച്ച നാഥന് ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടാം ഞാൻ. ഇതാ ലോകത്തിന്റെ 5 വൻകരകളിൽ ദൈവമക്കൾ ഒന്നിച്ചു ചേർന്നു ദൈവത്തെ ആരാധിക്കുകയും സാക്ഷീകരിക്കുകയും തിരുവചനത്താൽ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇതാ ഇന്ന് ഞായറാഴ്ചയാണ്. ദൈവജനത്തിന്റെ ഇടയിൽ തിടുക്കമുള്ള ഒരു സുദീർഘ ദിവസമാണ് ഈ ഞായറാഴ്ച. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. പാവന നീളം തന്നു പാപത്തിൻ കറപോക്കി, പാവന നീളം തന്നു പാപത്തിൻ കറപോക്കി. രക്ഷിച്ചതാകുന്നു ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാകുന്നു ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. നേരം പ്രഭാതമായിരിക്കുന്നു. ഗലീല ദേശം പോലെ നീണ്ടുകിടക്കുന്ന പട്ടണത്തിന്റെ വടക്ക് കിഴക്കായി അമ്പരചുംബികളായി ഉയർന്നു നിൽക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കൂട്ടായ്മയാണ് ബേഥേൽ. ബേഥേൽ എന്നാൽ ദൈവം വസിക്കുന്ന ഇടം. 2-3 പേർ തന്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാലും അവരുടെ മധ്യ ഞാനുണ്ടെന്നരുളിയ ദൈവം. യേശുക്രിസ്തു പറഞ്ഞു, 2-3 പേർ തന്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാലും അവരുടെ മധ്യ ഞാനുണ്ട്. അവിടെ ഏത് സ്ഥലമായാലും വേണ്ടില്ല, ഒരു കോൺക്രീറ്റ് കെട്ടിടമായാലും ഒരു ചെറ്റപ്പുരയായാലും ഒരു മരത്തണലായാലും ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. വാഗ്ദത്തം നൽകിയ യേശുനാഥൻ വാക്കുമാറാത്തൊരു ദൈവം തന്നെ. വാഗ്ദത്തം നൽകിയ യേശുനാഥൻ വാക്കുമാറാത്തൊരു ദൈവം തന്നെ. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, വചനങ്ങൾക്കും മാറ്റമില്ല, വചനങ്ങൾക്കൊന്നും മാറ്റമില്ല. വിശ്വസിച്ചവർ മഹത്വം കണ്ടു, കൂട്ടായ്മയിൽ അവർ മുന്നേറി. വിശ്വസിച്ചെല്ലാരും മഹത്വം കണ്ടു, കൂട്ടായ്മയിൽ അവർ മുന്നേറി. പരിശുദ്ധ ആത്മാവ് ശക്തി നൽകി, ആത്മാവിൽ ദൈവം വസിച്ചിടുന്നു, ആത്മാവിൽ ദൈവം വസിച്ചിടുന്നു. വാഗ്ദത്തം നൽകിയ യേശുനാഥൻ വാക്കുമാറാത്തൊരു ദൈവം തന്നെ. വാഗ്ദത്തം നൽകിയ യേശുനാഥൻ വാക്കുമാറാത്തൊരു ദൈവം തന്നെ. വേദം പറയാണ്, ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ മനുഷ്യപുത്രനുമല്ല. ദൈവം കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ഇതേ ഇന്നിവിടെ ഞായറാഴ്ച ദിവസം ദൈവജനത്തിന്റെ ഇടയിലുള്ള തിടുക്കത്തിന്റെ ദിവസമാണ്. കാരണം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിച്ച് ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളും ഉപദേശങ്ങളും വ്യവസ്ഥകളെല്ലാം ഹൃദയത്തിന്റെ മാംസഫലകയിൽ എഴുതി അതിനെ ധ്യാനിച്ചു മാനിച്ചു അനുസരിക്കുന്ന ജനം ഭാഗ്യമുള്ളവർ. കാരണം സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. അതുകൊണ്ട് ആ ജൈവജനം ഒന്നിച്ചിങ്ങനെ പാടുന്നത്, സ്വർഗവാസികൾ ഞങ്ങൾ സ്വർഗവാസികൾ, സ്വർഗീയ രാജന്റെ സേവകക്കാരും. സ്വർഗവാസികൾ ഞങ്ങൾ സ്വർഗവാസികൾ, സ്വർഗീയ രാജന്റെ സേവകക്കാരും. ലോകം ഞങ്ങൾക്ക്
ശാശ്വതമല്ലേ, ഈ കാണും രാജ്യവും നിത്യവുമല്ലേ. ലോകം ഞങ്ങൾക്ക് ശാശ്വതമല്ലേ, ഈ കാണും രാജ്യവും നിത്യവുമല്ലേ. സ്വർഗവാസികൾ ഞങ്ങൾ സ്വർഗവാസികൾ, സ്വർഗീയ രാജന്റെ സേവകക്കാരും. സ്വർഗവാസികൾ ഞങ്ങൾ സ്വർഗവാസികൾ, സ്വർഗീയ രാജന്റെ സേവകക്കാരും. വചനം പറയുന്നു, കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇവിടെ ദൈവജനം ഒന്നിച്ച് പാടി ആരാധിച്ച് ആത്മാവിൽ നൃത്തം ചെയ്യുന്നു. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. ഈ ദൈവത്തെ പോലെ തുല്യൻ ആരും തന്നെ ഇല്ല. ദൈവത്തിന്റെ നിദ്ദില്യ സ്വഭാവങ്ങൾ തന്നെ ഒന്ന് നോക്കണം. ദൈവം പരിശുദ്ധനാകുന്നു, ദൈവം സ്നേഹവാനാകുന്നു, ദൈവം വിശ്വസ്തനാകുന്നു, ദൈവം കരുണയുള്ളവനാകുന്നു, ദൈവം നീതിമാനാകുന്നു. ഉത്തരദിക്കിന്റെ സമഗമ പാർവതത്തിൽ പിതാവിൻ മടിയിലിരിക്കും ക്രിസ്തു. ഉത്തരദിക്കിന്റെ സമഗമ പാർവതത്തിൽ പിതാവിൻ മടിയിലിരിക്കും ക്രിസ്തു. അവൻ തന്നെ വഴിയും സത്യവും ജീവനും, ആദ്യനും അന്ത്യനും അനന്യനായി. അവൻ തന്നെ വഴിയും സത്യവും ജീവനും, ആദ്യനും അന്ത്യനും അനന്യനായി. ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടാം, സ്തോത്രവും നിത്യവും ഏറ്റുപാടാം. ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടാം, സ്തോത്രവും നിത്യവും ഏറ്റുപാടാം. അങ്ങനെ ജനം സ്തോത്രത്താലും സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് മുന്നേറുന്നു. അതാണ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ദൈവത്തിന്റെ വചനം പറയുന്നു, കാലം അതിന്റെ സമാപ്തിയിൽ എത്തിടനേറെ സമയമില്ല. കാലം അതിന്റെ സമാപ്തിയിൽ എത്തിടനേറെ സമയമില്ല. ആദിയിൽ ദൈവം അരുളിയ ശബ്ദം ദാനിയേൽ പ്രവചനം നിറവേറും. ആദിയിൽ ദൈവം അരുളിയ ശബ്ദം ദാനിയേൽ പ്രവചനം നിറവേറും. വചനം നിലനിൽക്കും, മൊഴിയൊക്കെ നീങ്ങിയിടും. വചനം നിലനിൽക്കും, മൊഴിയൊക്കെ നീങ്ങിയിടും. ആദിയിൽ ദൈവം അരുളിയ ശബ്ദം ദാനിയേൽ പ്രവചനം നിറവേറും. ആദിയിൽ ദൈവം അരുളിയ ശബ്ദം ദാനിയേൽ പ്രവചനം നിറവേറും. യേശുക്രിസ്തു അരുളി ചെയ്ത പ്രവചനങ്ങൾ ഇതാ എങ്ങും ലോകത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. ആയതിനാൽ വരുന്ന തലമുറയോടും ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചറിയിക്കുന്നു, അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. മനുഷ്യരുടെ നിത്യ നാശത്തെ പറ്റി 162 വാക്യങ്ങളിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവയിൽ 90 വാക്യങ്ങളും യേശുക്രിസ്തു തന്നെയാണ് പറഞ്ഞത് മാനസാന്തരത്തെ കുറിച്ച്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. എന്നാൽ മനുഷ്യന്റെ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കൽപ്പിക്കുന്നു. വേദപുസ്തകത്തിലെ പ്രധാന വിഷയമാണ് മാനസാന്തരം. 100 ഇടങ്ങളിൽ മാനസാന്തരത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. കാരണം മാനവജാതികൾ മനം തിരിഞ്ഞു വന്നിടാൻ വിളിച്ചിടുന്നു. മാനവജാതികൾ മനം തിരിഞ്ഞു വന്നിടാൻ വിളിച്ചിടുന്നു. എന്നാൽ ആരാധന നടക്കുന്ന ദേശത്തിന്റെ പരിസരത്തും പ്രദേശത്തും അകലെ മാറിയുള്ള തിരുവീതിയിൽ അനേകം മാടക്കൂടാരങ്ങൾ, കുടിലുകൾ, കൊട്ടാരങ്ങൾ തുടങ്ങി ജനം തിങ്ങിപ്പാർക്കുന്നു. വിവിധ സ്വഭാവത്തിലും പ്രവൃത്തിയിലുള്ള ജീവിതങ്ങൾ, ദൈവിക സത്യങ്ങൾക്കെതിരായി സർവ്വമ്ലേച്ഛതകളും പ്രവർത്തിക്കുന്നവർ, എവരെ സാത്താൻ അടക്കി ഭരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സാത്താൻ അടക്കി ഭരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന കലവറയുടെ താക്കോൽ ഈ സാത്താന്റെ കയ്യിലാണ്. ഈ ലോകത്ത് സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ, നരകം ഉണ്ടെങ്കിലും അതും ഇവിടെ തന്നെ എന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വരാതെ അടുത്ത ജന്മത്തിൽ വല്ല പട്ടിയോ പൂച്ചയോ
പരന്തോ കോഴിയോ ആകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജനമാണ് അധികം പേരും. ഇവരോടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്: മതങ്ങൾ മനുഷ്യനെ മയക്കിയെടുത്തു മന്ത്രപരമായി നിലനിർത്തി. മതങ്ങൾ മനുഷ്യനെ മയക്കിയെടുത്തു തന്ത്രപരമായി നിലനിർത്തി. മനുഷ്യജാതികൾ തെറ്റിയല്ലെന്നു വേദാന്തങ്ങൾ കടിമകളായി, വേദാന്തങ്ങൾ കടിമകളായി. മതങ്ങൾ മനുഷ്യനെ മയക്കിയെടുത്തു തന്ത്രപരമായി നിലനിർത്തി. മനുഷ്യജാതികൾ തെറ്റിയല്ലെന്നു വേദാന്തങ്ങൾ കടിമകളായി, വേദാന്തങ്ങൾ കടിമകളായി. വചനം പറയുന്നത്: ഇടമൂട, ഇന്ന് രാത്രി നിന്റെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ നിന്റെ ആത്മാവിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാവും. അവർ മരിച്ചാൽ അവിടെ ആത്മാവിന്റെ നിത്യത ദൈവത്തിന്റെ പ്രദിശയിലാണ്. അതുകൊണ്ടാണ് യേശുവിനെ അറിയുന്ന ജനം എപ്പോഴും യേശുവിനോട് പറ്റിച്ചേർന്ന് നടക്കുന്നതും മാത്രമല്ല അവർ ആത്മാവിൽ സന്തോഷിക്കുന്നതും പാടുന്നതും. മണ്ണീർത്തോടിനായി ദാഹിക്കുന്നപ്പോൾ പഞ്ചിക്കുന്നു നാഥാ എന്റെ ഉള്ളം. മണ്ണീർത്തോടിനായി ദാഹിക്കുന്നപ്പോൾ പഞ്ചിക്കുന്നു നാഥാ എന്റെ ഉള്ളം. ഉത്തരശിലമിൽ വന്നു പാർക്കാൻ തിരുമുഖം കണ്ടു ഞാൻ തൃപ്തനാകാം. ഉത്തരശിലമിൽ വന്നു പാർക്കാൻ തിരുമുഖം കണ്ടു ഞാൻ തൃപ്തനാകാം. മണ്ണിൽത്തോടിനായി ദാഹിക്കുന്നപ്പോ പഞ്ചിക്കുന്നു നാഥാ എന്റെ ഉള്ളം. സഭയിൽ ഇപ്പോൾ സാക്ഷികൾക്കുള്ള സമയമാണ്. ദൈവം ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്ക് കണക്കുകൾ ബോധിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി കരയിച്ചുകൊണ്ട് സാക്ഷീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ആരാധനയുടെ മധ്യ ഓടിക്കലിച്ച് അക്ഷമരായി ജനം നിർജീവരായി നിശബ്ദമാം മധ്യാങ്കണത്തിൽ അവലംബയെ നോക്കി ജനം കേഴുന്നു പാപം നിർത്തണയായി. ജനം പരസ്പരം ഉറ്റുനോക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ ചോദ്യം മാത്രം: ഇവൾ ആരായിരിക്കും? എല്ലാവരുടെയും ചോദ്യം മനസ്സിലാക്കിയ വന്ന് കയറിയ അവൾ തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞു: ബഹുമാന്യനായ ദൈവത്തിന്റെ വിശ്വസ്തദാസൻ, ദൈവമക്കൾ, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ എന്റെ അനുഭവ സാക്ഷ്യം ഈ ദൈവസന്നിധിയിൽ പറഞ്ഞുകൊള്ളട്ടെ. അവൾ തന്റെ അനുഭവ സാക്ഷ്യമാണ് ഈ ദൈവസന്നിധിയിൽ പ്രസ്താവിക്കാൻ പോകുന്നത്. നമുക്ക് ഏവർക്കും അവിടെ അനുഭവ സാക്ഷ്യം എന്താണെന്ന് നമുക്ക് ഏവർക്കും ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങളെല്ലാം ശ്രദ്ധയെ ഞാൻ ഈ അനുഭവ സാക്ഷ്യത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അവർ തന്റെ അനുഭവ സാക്ഷ്യം ആ ദൈവസന്നിധിയിൽ ദൈവം മുൻപാകെ പ്രസ്താവിക്കുകയാണ്. കഥ പറയാം ഞാൻ, കഥ പറയാം, യേശുവിനെ സ്വീകരിച്ച കഥ പറയാം. കഥ പറയാം ഞാൻ, കഥ പറയാം, യേശുവിനെ സ്വീകരിച്ച കഥ പറയാം. പട്ടണത്തിൽ പാവിനി ഞാൻ പാപത്തിൽ വീണുപോയി, ത്യാഗങ്ങൾ ഞാനും സഹിച്ചു പോയി. പട്ടണത്തിൽ പാവിനി ഞാൻ പാപത്തിൽ വീണുപോയി, ത്യാഗങ്ങൾ ഞാനും സഹിച്ചു പോയി. വഞ്ചന ചുടുനീർ പക്ഷിയിൽ മുക്കിയാം കഥ കേട്ടാലും കരയരുതേ. വഞ്ചന ചുടുനീർ പക്ഷിയിൽ മുക്കിയാം കഥ കേട്ടാലും കരയരുതേ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനം, ആ പെൺകുട്ടി തന്റെ ജീവിതകഥ ആ സാക്ഷികളുടെ മുൻപാകെ പ്രസ്താവിക്കുന്നു. എന്റെ പേര് തെരീസ. എന്നെ മുൻപ് അറിയപ്പെട്ടിരുന്നത് റസിയ. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എന്റെ ഉമ്മയെ കണ്ടിട്ടില്ല. എന്നെ വളർത്തിയത് എന്റെ ബാപ്പയായിരുന്നു. അവളുടെ ബാപ്പയുടെ പേരാണ്
വണ്ടിക്കാരൻ ബീരാൻ കുഞ്ഞ്, പേര് പോലെ തന്നെ സ്വഭാവം, ഒരു മുൻപോകക്കാരൻ, മുഴുമദ്യപാനി, കൂട്ടിക്കൊടുപ്പുകാരൻ, കരിഞ്ചന്ത. റസിയയ്ക്ക് ബീരാൻ കുഞ്ഞിന് വലിയ ഭയമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബീരാനും കുടുംബവും മതാചാരത്തിൽ വലിയ വിശ്വസ്തരായിരുന്നു. തന്റെ മകളെയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തിയിരിക്കുന്നു. ആ മതാചാരത്തിന്റെ പടിയുറയ്ക്കുള്ളിൽ ബലിയാടായി മാറ്റപ്പെട്ടിരിക്കുന്നു റസിയ. ബീരാൻ ഒരൊറ്റ വാക്കേ ഉള്ളൂ, താൻ പറയുന്നത് ആര് എതിര് പറഞ്ഞാലും അരയിൽ കരുതിയിരിക്കുന്ന കടാരയെടുത്ത് നീട്ടിക്കൊണ്ട് പറയും, ഒന്നുകളെയും. റസിയക്ക് ജീവിതത്തിൽ എപ്പോഴും ദുഃഖം തന്നെയാണ്. രാത്രി കാലങ്ങളിൽ മദ്യപിച്ച് ലക്ക് കെട്ടുവരുന്ന, എപ്പോഴെങ്കിലും കയറി വരുന്ന ബാപ്പ. ഉള്ള കാര്യം ഓർക്കാത്ത ഭാവി. 16 വയസ്സ് പ്രായം വരുന്ന ലോകം എന്നറിയാത്ത പെൺകുട്ടിയായ റസിയ പട്ടണത്തിൽ പാവിനെ കാത്തിരിക്കും, ദുഃഖത്തിന്റെ പാനപാത്രം നീട്ടി. പട്ടണത്തിൽ പാവിനെ കാത്തിരിക്കും, ദുഃഖത്തിന്റെ പാനപാത്രം നീട്ടി. പടകിലണയാത്ത തോണി പോലെ അലതല്ലും തിരമാല നിർച്ചൊഴി. പടകിലണയാത്ത തോണി പോലെ അലതല്ലും തിരമാല നിർച്ചൊഴി. പട്ടണത്തിൽ പാവിനെ കാത്തിരിക്കും, ദുഃഖത്തിന്റെ പാനപാത്രം നീട്ടി. ഇവിടെ സമയം സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. റസിയ തന്റെ വീട്ടിന്റെ വരാന്തയിൽ ചിമ്മിനി വെട്ടത്തിൽ തന്റെ ബാപ്പയുടെ വരവും കാത്ത് വഴിയിൽ കണ്ണു നട്ടിരിക്കുന്നു. അവരുടെ മനസ്സൊരു മഹാസമുദ്രം പോലെ ഇളകി മറിയുന്നു. തനിക്കൊരു അന്ത്യക്കൂട്ടിന് പോലും ഒരു കൂടപ്പുറപ്പോ ബന്ധുക്കളോ ഇല്ലാത്ത താൻ ഏകാകിനിയാണ്. താൻ ഇന്നും ഓർക്കുന്നു, തനിക്കൊരു ഇക്കയുണ്ടായിരുന്നു. ഒരു ദിവസം തന്റെ ബാപ്പയ്ക്ക് മദ്യം കഴിക്കുവാൻ കാശില്ലാതിരുന്നപ്പോൾ ഒരു സായിപ്പിന് തുച്ഛമായ വിലയ്ക്ക് വിറ്റുകളഞ്ഞു. തന്റെ ഇക്ക എവിടെയായിരിക്കും? അവൾ വിങ്ങിമിങ്ങി കരയുന്നു. അവിടെ ചിന്തകൾ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും വലിഞ്ഞു മുറുക്കുന്നു. ആത്മാവിന്റെ ഉള്ളിൽ ഭീതിയുടെ പെരുമ്പറ മുഴുകിക്കൊണ്ടിരിക്കുന്നു. എങ്ങോ നിന്നും ഒരു പ്രാർത്ഥനാ ഗീതം ഒഴുകി വരുന്നു. വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. തേകി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകുന്നു. തേകി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകുന്നു. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താവേ, അല്ലവൻ അവൻ വല്ലവൻ. അങ്ങനെ പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. അടുത്തുള്ള ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ നിന്നുള്ള ഒഴുകി വരുന്ന ഈ പ്രാർത്ഥന കേട്ട് അവിടെ ഉള്ളിൽ ഒരു ആശ്വാസം തോന്നി. അവൾ കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവചനത്തിന്റെ ആ സത്യമായ സുവിശേഷം, സമാധാനത്തിന്റെയും സത്യത്തിന്റെയും ദൈവം തന്റെ ജനങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ആ പരിപാലനം എത്ര എത്ര അതിശ്രേഷ്ഠകരമാണ് നമുക്കൊന്ന് നോക്കാം. ഒരു സങ്കീർത്തന വേദഭാഗം ഒഴുകി വരുന്നു. രാത്രിയിൽ അഭയത്തെയും പകൽ പറക്കുന്ന സ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ദൈവത്തിന്റെ തിരുവചനം എത്ര ശ്രേഷ്ഠകരമായി തന്നെ വിശ്വസിക്കുന്ന ജനത്തിനെ പരിപാലിക്കുന്ന വിധങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നവിടെ അത് വായിച്ചപ്പെടുന്നു. അവിടെ ആത്മാവിൽ ഒരു സന്തോഷം. അത് മാത്രമല്ല, അവനന്റെ സങ്കേതവും അബലംബവും കോട്ടയും അവനെ ആകുലത്തിൽ അവൻ മതി ആശ്രയിപ്പാൻ. അവനന്റെ സങ്കേതവും അബലംബവും കോട്ടയും അവനെ ആകുലത്തിൽ അവൻ മതി ആശ്രയിപ്പാൻ. ഉണയനിക്ക് ഉറവിനീ നിരന്തൻ നിര
വിശ്വാസിയുടെ ഭവനത്തിൽ നിന്ന് ഒഴുകി വരുന്ന അതിമനോഹരമായിരിക്കുന്ന സങ്കീർത്തനവും ഗാനവും കേട്ട് ദേ അവൾ മയങ്ങിക്കിടക്കുകയാണ്. ഇന്നിവിടെ ലോക ജനതയ്ക്ക് ഒന്നിലും സമാധാനമില്ല, സന്തോഷമില്ല. പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ സാത്താൻ കുരുക്കിട്ട ബന്ധനത്തിൽ അവർ പിടഞ്ഞു പാപം ജനം കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന് ദൈവം സമൃദ്ധിയായി ജീവൻ നൽകി ദിനം പ്രതി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും. സമൃദ്ധിയായി ജീവൻ ലഭിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും പാടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷീകരിക്കുവാനും കഴിയുകയുള്ളൂ. ഇവര് സാത്താനെ തൊടാൻ പോലും കഴിയുകയില്ല. അതുകൊണ്ടാ വിശ്വാസി പാടുന്നത്, കർത്താവെനിക്കു തുണ, ശത്രുവേ നീ എന്നെ എന്തു ചെയ്യും. കർത്താവെനിക്കു തുണ, ശത്രുവേ നീ എന്നെ എന്തു ചെയ്യും. താഴ്വരയിൽ വച്ചൻ യേശുനാഥൻ നിന്റെ തലയെ തകർത്തുടച്ചു. താഴ്വരയിൽ വച്ചൻ യേശുനാഥൻ നിന്റെ തലയെ തകർത്തുടച്ചു. അവനെന്റെ സങ്കേതവും ബലമുള്ള ഗോപുരവും. അവനെന്റെ സങ്കേതവും ബലമുള്ള ഗോപുരവും. ഞാനും ആശ്രയിക്കുന്നെന്റെ പാറ, യഹോദഗോത്രത്തിൻ സിംഹവും താൻ. ഞാനും ആശ്രയിക്കുന്നെന്റെ പാറ, യഹോദഗോത്രത്തിൽ സിംഹവും താൻ. കർത്താവെനിക്കു തുണേ, ശത്രുവേ നീ എന്തു ചെയ്യും. താഴ്വരയിൽ വെച്ചെന്റെ യേശുനാഥൻ നിന്റെ തലയെ തകർത്തുടച്ചു. താഴ്വരയിൽ വെച്ചെന്റെ യേശുനാഥൻ നിന്റെ തലയെ തകർത്തുടച്ചു. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറയുന്നത്, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ടോ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യ. ആശ്വാസത്തിന്റെ തിരുവചനം കേട്ട് അവൾ ആ പരിസരം പോലും മറന്ന് ആ കീറപ്പായിലേക്ക് മയങ്ങി വീണു. ഉറക്കം കൺപോടകളെ തഴുകി. സമയം രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. വീട്ടുമുറ്റത്തൊരു കാളവണ്ടി വന്നു നിന്നു. ആ കാളവണ്ടിയിൽ നിന്നും വീരാൻ ചാടിയിറങ്ങി. കൂട്ടത്തിൽ മറ്റൊരു തടിയനായ ഒരു മനുഷ്യൻ. രണ്ടുപേരുടെയും കാലുകൾ നിലത്തുറയ്ക്കാതെ അവർ ആടി മുന്നോട്ട് വന്നു. മദ്യത്തിന്റെ രൂക്ഷമായ ഗന്ധം. ഇരുവരും വീട്ടിന്റെ വരാന്തയിലേക്ക് വേച്ചു വെച്ച് നടക്കാൻ തുടങ്ങി. എന്നാൽ ആ വരാന്തയിൽ ചുരുണ്ടിക്കൂടി കിടന്നുറങ്ങുന്ന റസിയയുടെ നേരെ ആ കടന്നു വന്ന തടിയനായ മനുഷ്യന്റെ ചോര കണ്ണുകൾ പതിഞ്ഞു. എന്നാൽ ഈ രാത്രിയുടെ യാമത്തിൽ ഏതോ ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ നിന്നും ഒരു പ്രാർത്ഥന. ആദിപിതാവായതാം ആദമല്ലയോ കാരണം, ആദിപിതാവായതാം ആദമല്ലയോ കാരണം, അവരിൽ നിന്നും വന്ന തെറ്റുകൾ ക്രൂശിലല്ലയോ തീർന്നത്, അവരിൽ നിന്നും വന്ന തെറ്റുകൾ ക്രൂശിലല്ലയോ തീർന്നത്. കാണുന്നു ഞാൻ കാൽവരെ മാമലാം ക്രൂശിന്തൻ മുന്നിലായി, കാണുന്നു ഞാൻ കാൽവരെ മാമലാം ക്രൂശിന്തൻ മുന്നിലായി.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നു. യേശുവിനെ വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മരണം നമ്മെ പെട്ടെന്ന് കൂടിയാൽ ഉടൻ തന്നെ സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള ദൃഢമായ ഉറപ്പാണ് രക്ഷാനിർണയം. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ മനുഷ്യന് കഴിയുന്നില്ല. അവിടെ ആത്മീയ കണ്ണ് തുറക്കുന്നില്ല. യേശുക്രിസ്തു ദാനമായി നൽകുന്ന രക്ഷ വേണ്ടാതെ ജനം സാത്താന്റെ ശിക്ഷയ്ക്കായി ഓടി നടക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ അടയ്ക്കുന്ന ഒരു കൂട്ടം ജനം സുവിശേഷത്തെ അടയ്ക്കുന്നു. അവർക്ക് ബിംബങ്ങളിലും വിഗ്രഹങ്ങളിലും ഫോട്ടോകളിലും ഇരിക്കുന്ന യേശുവിനെ മതി. താടി വളർത്തി മുടി നീട്ടിയ യേശുവിനെ മതി. ചിലർ ദൈവങ്ങളിൽപ്പെട്ട മാതാവ്, ശിശു, ദൈവമാതാവ്, പത്രോസ്, യൂദാസ്, മാർപ്പാപ്പമാരെ എന്നിവരെ തിരുവചനങ്ങൾക്കെതിരായി പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യപ്പെടുന്നു. അവർ തിരുവചനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ജനം ധൈര്യത്തോട് പറയും, ഞാൻ വണങ്ങുന്ന ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത പ്രതിമയല്ല. ഞാൻ വണങ്ങുന്ന ദൈവം ഒരു ശിലയല്ലേ, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത പ്രതിമയല്ല. മതവുമല്ല, പാരമ്പര്യത്തിൻ ശക്തിയല്ല. ജാതിയല്ലവൻ, മതവുമല്ല, പാരമ്പര്യത്തിൻ ശക്തിയല്ല. പ്രകൃതിയുമല്ലവൻ, ശാസ്ത്രവുമല്ലവൻ, ശാശ്വതവാസിയാം എന്റെ ദൈവം. പ്രകൃതിയുമല്ലവൻ, ശാസ്ത്രവുമല്ലവൻ, ശാശ്വതവാസിയാം എന്റെ ദൈവം. ഞാൻ വണങ്ങുന്ന ദൈവം വിളിച്ചാലും കേൾക്കാത്ത പ്രതിമയല്ല. ലോകം അതിലുണ്ടാക്കിയതായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യർ കൈകളാലുള്ള ശുശ്രൂഷയും അവൻ ആവശ്യപ്പെടുന്നില്ല. വീണ്ടും പാട്ടുകാരൻ പറയുന്നു, മണ്ണല്ല വിണ്ണല്ല മാമലയുമല്ല ഈ ലോക ദൈവത്തിൻ ശക്തിയല്ല. മണ്ണല്ല വിണ്ണല്ല മാമലയുമല്ല ഈ ലോക ദൈവത്തിൻ ശക്തിയല്ല. നിത്യയല്ല അവൻ, മൂർത്തിയല്ല അവൻ, ഞാനെന്ന മാമമാം എന്റെ ദൈവം. നിത്യയല്ല അവൻ, മൂർത്തിയല്ല അവൻ, ഞാനെന്ന മാമമാം എന്റെ ദൈവം. ഞാൻ വണങ്ങുന്ന ദൈവം ഒരു ശിലയല്ലേ, ശില്പമല്ലേ, വിളിച്ചാലും കേൾക്കാത്ത പ്രതിമയല്ല. റസിയ ആ വിളി കേട്ട് റസിയ ഞെട്ടി ഉണർന്നു. പാപ്പ അവളെ ഉള്ളം വിളക്കാൻ തുടങ്ങി. മോളെ, ആ ശബ്ദത്തിൽ അല്പം ഭയമുണ്ട്. വീരാൻ റസിയയുടെ തലമുടിയുടെ ഇടയിൽ തലയോടിക്കൊണ്ട് അറിയിച്ചു, ഇങ്ങോട്ട് നോക്കുമ്പോളെ, നിന്നെ കെട്ടാൻ നിൽക്കുന്ന പുതിയ മാപ്പിളയാ നിൽക്കുന്നത്. ആ വാർത്ത കേട്ടവൾ ബോധം മറ്റു നിലത്ത് വീണു. അവൾ വീരാന്റെ കരങ്ങളിലേക്ക് നോക്കും. പിന്നെ അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ കാണുന്നത് ഒരു മണിമാളികയിൽ ഒരു പട്ടുമെത്തയിൽ തനിക്ക് ചുറ്റും തന്നെ പരിചരിക്കുന്ന കുറെ യുവതികളുടെ മധ്യത്തിലായിരുന്നു. അവൾ കണ്ണു തുറന്നു.
താൻ എവിടെയാണ്? തനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തന്റെ ബാല്യകാല സുഹൃത്തും കൂട്ടുകാരനുമായിരിക്കുന്ന എന്റെ മുത്തുരാമൻ എവിടെ? അവൾ ഏതോ ഒരു മുത്തുരാമനെ കുറിച്ച് വിളിച്ചു പറയുന്നു. തനിക്കൊരൊറ്റ കൂട്ടുകാരനുണ്ടായിരുന്നു. ആ നാട്ടിലെ ഏക ആശ്രയക്കാരനും തന്റെ ബാല്യകാല സുഹൃത്തുമായിരിക്കുന്ന ഒരു മുത്തുരാമൻ. ആ മുത്തുരാമനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. എന്റെ കൂട്ടുകാരനായ എന്റെ മുത്തുരാമൻ എവിടെ? ഈ ഭൂമിയിൽ കേവലം ഒരു അബലയായ തനിക്ക് ഒരു ആശ്രയവും ആശ്വാസവുമായിരുന്നു തന്റെ മുത്തുരാമൻ എവിടെ? അവൾ വെങ്കി വെങ്കിക്കരയുന്നു. അവളുടെ ഉള്ളിന്റെ ഉള്ളറയിൽ ഹൃദയത്തിൽ നിന്നും അവളെ താലോലിച്ച് അവളെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന മുത്തുരാമൻ, അവിടെ ജീവിതം കരഞ്ഞും ചിരിച്ചും ഇണങ്ങിയും പിണങ്ങിയും, കരഞ്ഞും ചിരിച്ചും ഇണങ്ങിയും പിണങ്ങിയും ബാല്യകാലമാം ചാവല്യം. അവളുടെ കൂട്ടുകാരൻ ഉറ്റ സ്നേഹിതനായിരുന്നു മുത്തുരാമൻ. ആ മുത്തുരാമനിൽ നിന്ന് വേർതിരിച്ചുകൊണ്ടാണ് ഒരു മണിമാളികയിൽ ഒരു കോടീശ്വരന്റെ വീട്ടിൽ തന്നെ കൂട്ടിയയച്ചിരിക്കുന്നത്. തന്റെ ഹൃദയത്തിൽ താൽപര്യത്തിൽ സ്വപ്നങ്ങൾ സമ്മാനിച്ച് തനിക്ക് വേണ്ടി മാത്രം ജീവനൊരുക്കുകയാണ് എന്റെ മുത്തുരാമൻ എവിടെ? അവിടെ തന്റെ അയൽക്കാരൻ തറവാട്ടിലെ ഉന്നത പാരമ്പര്യ തറവാടിന്റെ ഏകാത്താണിയായി തന്നെ ജീവന് തുല്യം സ്നേഹിച്ച മുത്തുരാമനിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് അവളുടെ ബാപ്പ അവൾ അറിയാത്ത ഒരു ദേശത്തിലേക്ക് നാട്ടിലെ പ്രമാണിയും കോടീശ്വരനുമായിരിക്കുന്ന മുഹമ്മദ് ഖാജിക്ക് അവളെ വിലക്ക് വിട്ടിരിക്കുന്നു. കബലയിൽ ഒരു ശബ്ദമുയർന്നു. അവിടെ ഒരു പരസ്യയോഗം നടക്കുകയാണ്. ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന ഗാനമാണ് നാം ആ കേൾക്കുന്നത്. മുഖപക്ഷമില്ലാത്ത നാഥൻ ഹൃദയങ്ങളറിയുന്നു താരൻ. മുഖപക്ഷമില്ലാത്ത നാഥൻ ഹൃദയങ്ങളറിയുന്നു താരൻ. എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാവർക്കും വല്ലവൻ തന്നെ. എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാവർക്കും വല്ലവൻ തന്നെ. മുഖപക്ഷമില്ലാത്ത നാഥൻ ഹൃദയങ്ങളറിയുന്നു താരൻ. എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാവർക്കും വല്ലവൻ തന്നെ. ആരോരുമില്ലാതലഞ്ഞു ഞാൻ, ആലംബകനായി തീർന്നു. ആരോരുമില്ലാതലഞ്ഞു ഞാൻ, ആലംബകനായി തീർന്നു. ഓശിലെ സ്നേഹത്താൽ നീണ്ടെടുത്ത നിന്റെ മുഖം ഞാനൊന്നു കാണും. ക്രൂശിലെ സ്നേഹത്താൽ വീണ്ടെടുത്ത നിന്റെ ഞാനൊന്നു കാണും. മുഖപക്ഷമില്ലാത്ത നാഥാ ഹൃദയങ്ങളറിയുന്നു താതാ. എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാവർക്കും വല്ലവൻ തന്നെ. എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാവർക്കും വല്ലവൻ തന്നെ. എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാവർക്കും വല്ലവൻ തന്നെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്ത് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. തൊട്ടടുത്ത കബലയിൽ നിന്നുകൊണ്ട് അനുഭവക്കാർ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ വിളിച്ചറിയിക്കുന്നു. ബന്ധങ്ങൾ സ്വന്തങ്ങളില്ല, എല്ലാരും തള്ളേ പറഞ്ഞു. ബന്ധങ്ങൾ സ്വന്തങ്ങളില്ല, എല്ലാരും തള്ളേ പറഞ്ഞു.
വേഷമില്ലാത്ത നാഥൻ ഹൃദയങ്ങളറിയുന്നു താരൻ എല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു എല്ലാവർക്കും വല്ലവൻ തന്നെ എല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു എല്ലാവർക്കും വല്ലവൻ തന്നെ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരൊക്കെയും നിത്യനരകത്തിലേക്ക് തള്ളിയിടും. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുണ്ട്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ജനമേ, അവിടെ നിനക്ക് കിടക്ക പുതപ്പും കൃമികൾ പുതപ്പുമായി. ഇവിടെ ഭൂമിയിൽ വെച്ച് വചനം കേൾക്കുന്നു, സുവിശേഷം കേൾക്കുന്നു, എന്നിട്ടും വിശ്വസിക്കാതിരിക്കുന്ന ജനത്തിന് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് നിത്യദണ്ഡനത്തിന്റെ, അതാണ് നരകം. ന്യായവിധി വരുന്നു, സർവ മാനവജാതിക്കും ഇവിടെ ഒരു ന്യായവിധിയുണ്ട്. പാട്ടുകാരൻ പാടുന്നു, ന്യായവിധി വരുന്നു, അന്ത്യ ന്യായവിധി വരുന്നു, സർവ മാനവ ജാതി ദൈവസന്നിധി നിന്നിടുമല്ലോ. സർവമാനവ ജാതി മുഴുവൻ ദൈവസന്നിധിയിൽ നിരന്നു നിന്നേ. ദൈവത്തെ അറിയാത്ത ജനമേ, നിങ്ങളെല്ലാം ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും കൂടി വരും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയാൽ രക്ഷ പ്രാപിക്കും, എല്ലാം രക്ഷ പ്രാപിക്കും. ജീവന്റെ പുസ്തകത്തിൽ, ദൈവത്തിന്റെ സന്നിധിയിലുള്ള ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവർ എല്ലാവരും രക്ഷ പ്രാപിക്കും. ഇല്ലാത്തവരെല്ലാം ശിക്ഷാൽ വിധിക്കപ്പെട്ടിടും. അവിടെ തീയും ഗന്ധകവും, അവിടെ തീയും ഗന്ധകവും ഉണ്ടാകും. അവിടെ നിനക്ക് യാതനയുടെയും ദുഃഖത്തിന്റെയും സ്ഥലമായി തീരും. അവിടെ പുതപ്പ് കൃമികളും കിടക്ക നിനക്ക് പുഴുക്കളുമായിരിക്കുമെന്ന് ദൈവത്തിന്റെ തിരുവചനം വ്യക്തമായി വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് ന്യായവിധി വരുന്നു, ന്യായവിധി വരുന്നു. ജീവന്റെ പുസ്തകത്തിൽ രക്ഷ പ്രാപിക്കും, രക്ഷ പ്രാപിക്കും. ഇല്ലാത്തവരെല്ലാം ശിക്ഷാൽ വിധിക്കപ്പെട്ടിടും, നിങ്ങൾ വിധിക്കപ്പെട്ടിടും. ന്യായവിധി വരുന്നേ, ന്യായവിധി വരുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് ആസന്നമായിരിക്കുന്നു. ലോകത്തെവിടെയും വരവിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. തന്റെ മണവാളനായ യേശുവിനെ എതിരേൽക്കുവാൻ വിശുദ്ധ കന്യകയായ സഭ ഇതാ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു. യേശുവിന്റെ വരവായി, യേശുവിന്റെ വരവായി, വരവതിൻ താമസം ഏറെയില്ല. യേശുവിന്റെ വരവായി, യേശുവിന്റെ വരവായി, വരവതിൻ താമസം ഏറെയില്ല. സഭയെ നീ ഒരുങ്ങിയും ഒരുക്കത്തിൽ പൂർണ്ണതയിൽ, സഭയെ നീ ഒരുങ്ങിയും ഒരുക്കത്തിൽ പൂർണ്ണതയിൽ, നിർമ്മല കന്യകയായി കാത്തിരിപ്പൂ. ഇവിടെ വിശ്വസിക്കപ്പെടുന്ന ജനത്തിനാണ് ഒരു വിശുദ്ധ സഭയുണ്ട്. ആ സഭ ഇതാ കർത്താവിനെ എതിരേൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ മാനസാന്തരപ്പെടണം. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ സന്നിധിയിലുള്ള കാഹള നാദത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടി ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാ കാഹളം കാതുകളിൽ കേട്ടിടാനായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാനായി,
ആകളം കാടുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പമ്പീനകൾ മേട്ടിടാറായി യേശു തന്നരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി യേശു തന്നരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി പെട്ടെന്നൊരു കാർ ആ പരസ്യയോഗ സ്ഥലത്ത് വന്നു അതിൽ നിന്ന് ആ തടിച്ച മനുഷ്യൻ ചാടിയിറങ്ങി ഒരു മധ്യവയസ്കൻ നല്ല കൊഴുത്ത് തടിച്ചിരിക്കുന്നു അവിടെ കൂടി ജനത്തോടും ദൈവമക്കളുടെ നേരെ അയാൾ തട്ടകസിച്ചുകൊണ്ട് പറഞ്ഞു വെല്ലുവിളിച്ചാണ് പറഞ്ഞത് മേലിൽ ഈ പ്രദേശത്ത് വന്ന് സുവിശേഷ പ്രചരണം നടത്തിയാൽ ആരും ജീവനോട് പോകില്ല. ഈ വെല്ലുവിളി കേട്ട് ദൈവജനത്തിന് മനസ്സിലായി ഇതൊരു സാത്താന്റെ തന്ത്രമാണ്. കാരണം സാത്താന്റെ സ്വഭാവം തന്നെ ഒന്ന് നോക്കണം. സാത്താന്റെ സ്വഭാവം എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അവൻ കള്ളനാകുന്നു, കള്ളൻ. അവൻ വായാകുന്നു, വായത്തിൽ നിൽക്കും. അവൻ കൊലപാതകനാകുന്നു. അവൻ പോഷ്ക്ക് പറയുന്നവൻ അവന്റെ അപ്പനുമാകും. അവൻ വഞ്ചകനാകുന്നു. ഇതിലിവിടെ ജനം കുരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് സുവിശേഷമൊന്നും ആർക്കും ഇഷ്ടപ്പെടുകയില്ല, അതിൽ വിശ്വസിക്കാൻ ആരും താല്പര്യപ്പെടുന്നതുമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, സുവിശേഷത്തെ ഇളക്കും മാനവരെ ദൈവകോപശാപം തന്നെ. സുവിശേഷത്തെ ഇളക്കും മാനവരെ ദൈവകോപശാപം തന്നെ. ന്യായവിധി നിന്റെ ഭവനത്തിൽ ശിക്ഷാവിധിയായി തീരുമല്ലോ. ന്യായവിധി നിന്റെ ഭവനത്തിൽ ശിക്ഷാവിധിയായി തീരുമല്ലോ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും എല്ലാം ദൈവത്തിൻ്റെത്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും എല്ലാം ദൈവത്തിൻ്റെത്. സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠം. സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠം. എന്നാൽ ദൈവകോപശാപം തന്നെ. വിശേഷത്തെ ഇളയ്ക്കും മാനവരെ ദൈവകോപശാപം. തൊട്ടടുത്തുള്ള മാളികയിൽ നിന്ന് നിലവിളി ഉയർന്നു. ഒരു പെൺകുട്ടി ചോരയിൽ കുളിച്ചു ഉയർത്തിപ്പിടിച്ച വെട്ടലത്തിയുമായി ആ തെരുവിലൂടെ ഓടുന്നു. ആ നിലവിളി കെട്ട് ജനം തണുത്തുകൂടി. നാട്ടിലെ പ്രമാണിയും കോടീശ്വരനുമായിരിക്കുന്ന മുഹമ്മദ് ഖാജിയെ ആരോ വെട്ടിക്കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു മണിക്കൂറുകൾക്ക് മുൻപ് കബലയിൽ സുവിശേഷം നടത്തിയവരെ ഭീഷണിപ്പെടുത്തിയ ഈ ഖാജിയാരുടെ അന്ത്യം ഇത്ര പെട്ടെന്നായിരുന്നു. കേട്ടവർക്കാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നാടിന് നടക്കിയ ആ സംഭവം പിറ്റേ ദിവസം നാട്ടിൽ ഹർത്താൽ. നിഗളമുള്ള മനുഷ്യരെല്ലാം ദൈവത്തെ വെല്ലുവിളിക്കും. നിഗളമുള്ള മനുഷ്യരെല്ലാം ദൈവത്തെ വെല്ലുവിളിച്ചു നടക്കും. പമ്പു പറഞ്ഞവർ സാത്താൻ കെട്ടിയ ഒരിക്കൽ വേണു തുലയും. പമ്പു പറഞ്ഞവർ സാത്താൻ കെട്ടിയ ഒരിക്കൽ വേണു തുലയും. നിഗളമുള്ള മനുഷ്യർ മുഴുവൻ ദൈവത്തെ വെല്ലുവിളിച്ചു നടക്കും. നിഗളമുള്ള മനുഷ്യർ മുഴുവൻ ദൈവത്തെ വെല്ലുവിളിച്ചു നടക്കും. നിഗളമുള്ള മനുഷ്യരൊക്കെയും ദൈവത്തെ വെല്ലുവിളിക്കുന്നു. ദൈവത്തെ ആർക്കും വേണ്ട. ദൈവം ദാനമായി നൽകുന്ന ആ കൃപയും വേണ്ട. എല്ലാവരും ദൈവത്തോട് ചോദ്യം ചെയ്യുന്ന ജനം ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിച്ചു നടക്കും. ദൈവത്തെ വെല്ലുവിളിച്ചു നടക്കും. പമ്പു പറഞ്ഞവർ സാത്താൻ കെട്ടിയ ഒരിക്കൽ വേണു തുലയും. പമ്പു പറഞ്ഞവർ സാത്താൻ കെട്ടിയ ഒരിക്കൽ വേണു തുലയും. എവർക്കെല്ലാം സാത്താൻ നല്ലൊരു കുരുക്കാണിട്ടിരിക്കുന്നത്. ഈ സാത്താൻ കുരുക്കിട്ട ജനമാണ് ദൈവത്തെ വെല്ലുവിളിക്കുന്നത്, ദൈവജനത്തെ വെല്ലുവിളിക്കുന്നത്, അവരെ ചോദ്യം ചെയ്യുന്നത്. അത് സാത്താൻ കുരുക്കിട്ടതും സാത്താൻ നിന്റെ മുൻപിൽ കൊണ്ടിട്ടൊരു കുഴിയുമാണ്. കാരണം നിന്നെ നിത്യമായിരിക്കുന്ന അധമ പാതാളത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി.
ഇന്ന് ഇതൊന്നും മനുഷ്യൻ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ദേ, ഈ ലോകത്ത് ഇവിടെ നീതിയില്ല, ന്യായമില്ല, സത്യമില്ല. ഇവിടെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. കുറ്റവാളികളെല്ലാം ഇവിടെ രക്ഷപ്പെടുന്നു. ഇവിടുത്തെ രക്ഷ ഈ ലോകത്ത് മനുഷ്യൻ നൽകുന്ന രക്ഷയിലേക്ക്. ദൈവത്തിന്റെ രക്ഷ ആർക്കും വേണ്ട. രക്ഷ എന്ന് പറഞ്ഞാൽ നിത്യജീവനാകും. അത് ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ മനുഷ്യൻ നൽകുന്ന രക്ഷയ്ക്ക് ഒരിക്കലും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇവിടെ പണമുണ്ടെങ്കിൽ എന്തു ആകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പണമുണ്ടെങ്കിൽ ഏത് നീതിന്യായ സ്ഥാപനങ്ങളെയും വിലക്കെടുക്കാം, ആരെയും എപ്പോഴും വിലക്ക് വാങ്ങാം. ഒരു കവി ഇങ്ങനെ പാടി: വിദ്വാൻ വിശന്നിരിക്കുന്നു, വിദ്വാൻ വിശന്നിരിക്കുന്നു, മൂടൻ തേടുന്നവോ സർവവും, മൂടന്മാർ തേടുന്നു സർവവും, തോറ്റിടുന്നു പരാക്രമി. പരാക്രമിയായി നല്ല ശബ്ദം ഉയർത്താൻ നല്ല ധൈര്യമുള്ളവൻ, നല്ല ധൈര്യശാലികളൊക്കെയും അവർ തോറ്റിരിക്കുന്നു. തോറ്റിടുന്നു പരാക്രമി, ദുർബലൻ ജയമാളുന്നു, ബലമില്ലാത്തവനൊക്കെയും ജയമാളുന്നു. കണ്ടിട്ടില്ലേ, ബലമില്ലാത്തവനൊക്കെയും വെല്ലുവിളിച്ച് ബമ്പ് പറഞ്ഞ് ദൈവത്തെയും വെല്ലുവിളിച്ച് ദൈവജനത്തെയും വെല്ലുവിളിച്ച് നടക്കുന്നു. തോറ്റിടുന്നു പരാക്രമി, ദുർബലൻ ജയമാളുന്നു. കാലഘട്ടം അങ്ങനെ. ദുഷ്ടന്മാർ പെരുകുന്നു. ദൈവത്തെ മറക്കുന്നവരും ദൈവജനത്തെ വിധിക്കുന്നവരും പരീക്ഷിക്കുന്നവരും പെരുകിക്കൊണ്ടിരിക്കുന്നു. ബലവാന്മാർ എന്ന് നടിക്കുന്നു. ഇതെല്ലാം ദൈവം കാണുന്നു. ദൈവവചനം പറയുന്നു, യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുന്നു. അവിടെ വിചാരങ്ങളും നിരൂപണങ്ങളെല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യരുടെ വിചാരങ്ങളോ മായ എന്ന് യഹോവ അറിയുന്നു. പാട്ടുകാരനായ സാലമോൻ പറഞ്ഞു, മായ മായ സർവവും മായ, സൂര്യന് കീഴേ ഉള്ളതെല്ലാം മായ മായ, സകലവും മായ, സൂര്യനു കീഴേ ഉള്ളതെല്ലാം. മനുഷ്യൻ പറഞ്ഞാലും തീരുകില്ല, കണ്ടിട്ടോ കണ്ണീനും തൃപ്തിയില്ല. മനുഷ്യൻ പറഞ്ഞാലും തീരുകില്ല, കണ്ടിട്ടോ കണ്ണീനും തൃപ്തിയില്ല. ഒരു തലമുറ ഇത പോയിടുന്നു, വേറൊരു തലമുറ വന്നിടുന്നു. ഒരു തലമുറ ഇത പോയിടുന്നു, വേറൊരു തലമുറ വന്നിടുന്നു. ഇതാ റസിയ ഓടുകയാണ്. അവളൊരു പ്രതികാരനാകിയെ പോലെ ഓടുകയാണ്, കൊടുങ്കാറ്റ് പോലെ അവൾ പാടുപെടുകയാണ്. തന്നെ വിലക്ക് വാങ്ങി നശിപ്പിക്കാൻ ശ്രമിച്ചവനെ അവൾ എന്നേക്കുമായി വെട്ടിക്കൊന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ചു, തന്റെ മുദ്രാമരിൽ നിന്ന് വേർതിരിച്ചു, തന്റെ ജീവിതത്തെ ബലാത്കാരമായി പിടിച്ചെടുത്തു, തന്റെ ജീവിതത്തെ കാരാഗ്രഹത്തിലേക്ക് എറിഞ്ഞ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പൊടിത്തരിശു പോലെ ഇഷ്ടപ്പെടാത്ത ആ ഹാജിയാരെ തന്റെ വാപ്പ തന്നെ ഹാജിയാർക്ക് വിലക്ക് കൊടുത്തു. അവൾ പൊട്ടിപ്പൊട്ടിക്കരയുന്നു. അവൾ സകല ധൈര്യവും സംഭരിച്ച് ഓടുകയാണ്. എങ്ങും ഭീകരത ജനിപ്പിക്കുന്ന കുറ്റാക്കുറ്റിയിട്ട് അവൾ ലക്ഷ്യമില്ലാതെ ഓടുകയാണ്. അവളുടെ മനസ്സും ശരീരവും വിശ്രമത്തിനായി ദാഹിക്കുന്നു. അവൾ വല്ലാതെ കിതക്കാൻ തുടങ്ങി. സമയം അർദ്ധരാത്രി. പോലീസ് പിന്നിൽ പായുന്നു. അങ്ങകലെ ഒരു കെട്ടിടത്തിൽ ലൈറ്റുകൾ തെളിഞ്ഞു കാണുന്നു. ആ ലൈറ്റിൽ കാണുന്ന കെട്ടിടത്തിലേക്ക് ലക്ഷ്യമാക്കി അത് വേഗത്തിൽ ഓടുകയാണ്. അവിടം നമ്മുടെ തിരുവചനത്തിൽ പറയുന്നത് പോലെ ഏഴാം കൽപ്പന ലംഘിച്ചിരിക്കുന്ന ഇടം. ഏഴാം കൽപ്പന ലംഘിച്ചവർ ജഡികമാം സുഖം തേടി നടക്കും. ഏഴാം കൽപ്പന ലംഘിച്ചവർ ജഡികമാം സുഖം തേടി നടക്കും. ദൈവകൽപ്പന പിറകിലെറിഞ്ഞു ആത്മീകമായി മരിച്ചു പോയവർ. ജഡികൽപ്പന പിറകിലെറിഞ്ഞു ആത്മീകമായി മരിച്ചു. അവൾ ചെന്ന് അഭയം പ്രാപിച്ചത് ഒരു വേശ്യാലയത്തിലേക്കായിരുന്നു. ഈ 16-കാരിയെ കണ്ട് ആ വേശ്യാലയം നടത്തുന്ന പത്മാവതി അമ്മ ഓടിയെത്തി. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന റസിയെ അവർ താങ്ങിപ്പിടിച്ചു. അവർ മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളെ പരിചരിച്ചു. പരിസരബോധം വീണ്ടും കിട്ടിയപ്പോൾ റസിയ ഞെട്ടിപ്പോയി. താൻ വന്നുപെട്ടിരിക്കുന്ന ഒരു വേശ്യാലയമാണ്. അവൾ വീണ്ടും മെങ്ങിപ്പൊട്ടിക്കരഞ്ഞു. താൻ വീണ്ടും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് പത്മാവതി അമ്മയുടെ ഉള്ളിൽ അടങ്ങാത്ത
ഇപ്പൊ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരിയും സൗന്ദര്യവതിയും ഇവൾ തന്നെയാണ്. ഇവളെ വെച്ച് താൻ കോടികൾ സമ്പാദിക്കും. അവളുടെ ദുഃഖത്തിന്റെ കഥനകഥ മനസ്സിലാക്കിയ പത്മാവതി അമ്മ അവൾക്ക് വേണ്ടതായ സംരക്ഷണം നൽകി പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. റസിയത്തിലേക്ക് പോലീസുകാർ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വേശ്യാലയത്തിൽ മാന്യന്മാർ, പകൽമാന്യന്മാർ, VIP-മാർ, സമൂഹത്തിലെ ഉന്നതന്മാർ, മതാചാര്യന്മാർ പലരും അവിടെ കടന്നു വരുന്നു. പല പൊയ്മുഖധാരികളും കടന്നു വരുന്നു. ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ സഹിതം അവിടെ കടന്നു വരുന്നു. എന്നാൽ ദിവസങ്ങൾ നീണ്ടുപോയില്ല. 7-ാം ദിവസം രാത്രിയിൽ പോലീസുകാർ റസിയെ ആ വേശ്യാലയത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. നിഷ്കളങ്കയാൽ ലാവണ്യരൂപം തളർന്നു മയങ്ങി കൾത്തുറങ്കിൽ. നിഷ്കളങ്കയാൽ ലാവണ്യരൂപം തളർന്നു മയങ്ങി കൾത്തുറങ്കിൽ. ഐശ്വര്യമാം പാവം യങ്ങിടും അവലംബയായവൾ മയങ്ങി. ഐശ്വര്യമാം പാവം യങ്ങിടും അവലംബയായവൾ മയങ്ങി. നിഷ്കളങ്കയായി ലാവണ്യരൂപം തളർന്നു മയങ്ങി. അവൾക്ക് സമാധാനമില്ല, അവൾക്ക് സന്തോഷമില്ല. ദുഃഖം ചിന്തയും അവളുടെ മനസ്സിനെ വേട്ടയാടി. മനസ്സിനെയും ഹൃദയത്തെയും കാർന്ന് പുണ്ണായി മാറ്റുന്ന വിഷാഗ്നി ജ്വാലകൾ അവളുടെ ഉള്ളിലേക്ക് ആളിപ്പടരുന്നു. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. ഇല്ല, ഉറക്കമില്ല. ഓർമ്മകൾ, സഹിക്കുവാൻ കഴിയാത്തതായ ഓർമ്മകൾ. ഇതൊന്ന് ഇറക്കി വെക്കാൻ, ഇതാരോട് പറയാൻ, ആരോടെ കഥനകഥ പങ്കുവയ്ക്കുവാൻ അവൾ ദാഹിക്കുന്നു. അവളുടെ ആശ്വാസത്തിനായി ദാഹിക്കുന്നു. അവൾ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. തനിക്ക് ചുറ്റും ഭീകര സത്വങ്ങൾ പല്ലടിച്ച് കൊമ്പുകാട്ടി നൃത്തം ചെയ്യുന്നു. വേദന, ഹൃദയവേദന, ആത്മമമ്പരങ്ങൾ അടങ്ങാത്ത വേദന. തന്നെ മുത്തുരാമൻ അവസാനമായി ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവളുടെ ഹൃദയം ആശിക്കുകയാണ്. ആത്മാവും ജഡവും തമ്മിലുള്ള വടംവലി. സാത്താനും അവന്റെ അനുയായികളും അവർക്ക് ചുറ്റും നൃത്തം ചെയ്യുന്നു. ദുരാത്മാക്കൾ, ദുഷ്ടാത്മാക്കൾ, സാത്താന്യമായിരിക്കുന്ന ദൂതന്മാർ, പിശാചുക്കൾ, സാത്താന്റെ സംഘടനകൾ അവർക്ക് ചുറ്റും നൃത്തം ചെയ്യുന്നു. അവളുടെ മുന്നിൽ ഇതാ യോർദാൻ കലങ്ങി മറിയുന്നു. അവൾ പൊട്ടിക്കരയുന്നു. തന്റെ ആത്മാവിന്റെ വേദന മാറ്റാൻ അല്പമൊന്ന് ആശ്വാസമായി തനിക്കൊരു അഭയത്തിനായി ഈ ഭൂമിയിൽ തനിക്ക് ആരുമില്ലല്ലോ. ഇതാ ആ ജയിലിന്റെ ഉള്ളറയിൽ കിടന്നുകൊണ്ട് അവൾ അറിയപ്പെടുന്ന എല്ലാ ദൈവങ്ങളെയും അവൾ വിളിച്ചപേക്ഷിക്കുകയാണ്. എന്റെ ആത്മാവിനൊരു ആശ്വാസം തരണമേ. അവൾ അറിയപ്പെടുന്ന എല്ലാ മതങ്ങളിലുമുള്ള എല്ലാ ദൈവങ്ങളെയും വിളിച്ചവൾ അവൾ ഏങ്ങി കരഞ്ഞ് കേണപേക്ഷിക്കുന്നു. എനിക്ക് ആശ്വാസം തരണമേ, എനിക്ക് സമാധാനം തരണമേ. ഓർമ്മകൾ എന്നെ വഹിക്കുന്നു. ആവർ എന്നെ വഹിച്ചു വകക്കുന്നു. എന്നെ ഭ്രാന്തിയായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊരു ആശ്വാസം നൽകാൻ ആരുമില്ലേ? അന്ധകാര കയറ്റിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അവൾ ഉറക്കം നിലവിളിക്കുന്നു. അവൾ അറിയപ്പെടുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ചു. ഇല്ല, അവളുടെ ആ ചോദ്യങ്ങൾക്ക് ആരും തന്നെ മറുപടി കൊടുക്കുന്നില്ല. ഇതാ ആ ക്രൂരമായ ആ കാളരാത്രി അവൾ കടന്നുപോയി. അടുത്ത പ്രഭാതത്തിൽ ആ ജയിലിന്റെ ഉള്ളിൽ ആരോ പാടുന്നു. മുഖപക്ഷമില്ലാത്ത നാദം, ഹൃദയങ്ങളറിയുന്നു താദം. മുഖപക്ഷമില്ലാത്ത നാദം, ഹൃദയങ്ങളറിയുന്നു താദം. എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാവർക്കും വല്ലവൻ തന്നെ. എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാവർക്കും വല്ലവൻ തന്നെ. ഈ ജയിലിന്റെ ഉള്ളിൽ ഏറെ സുവിശേഷകർ രക്ഷയെ വിളിച്ചറിയിക്കുന്നു. റസിയയുടെ ഉള്ളം തുടിച്ചു. ആ ദൈവത്തിന്റെ വിശ്വസദാസന്മാരെ ഒന്ന് കാണുവാൻ അവൾ കൊതിച്ചു. എന്നാൽ അവരുടെ ശബ്ദം അവിടെ പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. സകല മാനവജാതിയുടെയും രക്ഷ യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിപ്പിൻ, യേശുക്രിസ്തുവിൽ വിശ്വസിപ്പിൻ. യേശുക്രിസ്തു സകല ചോദ്യങ്ങളുടെ ഉത്തരമായി നിൽക്കുന്നു.
നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലയോ? നിങ്ങൾ നിരപരാധികളായിരുന്നിട്ടും സൃഷ്ടിക്കപ്പെട്ടവരാണോ? ഈ ലോകത്ത് ആരുമില്ലാതെ നിങ്ങൾ അലയുകയാണോ? ഏതാണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. വിശ്വാസം രക്ഷിക്കപ്പെടുന്നു, വിശ്വാസം നീതീകരിക്കപ്പെടുന്നു, വിശ്വാസം ശുദ്ധീകരിക്കപ്പെടുന്നു, വിശ്വാസം കാക്കപ്പെടുന്നു, വിശ്വാസം സ്വസ്ഥത പ്രാപിക്കുന്നു, വിശ്വാസം അത്ഭുതം നടത്തുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകം വിശ്വസിക്കപ്പെട്ടു, തേജസ്സാൽ എടുക്കപ്പെട്ടു. വിശ്വാസം അന്തമല്ല, വിശ്വാസം ദൈവത്താലും ഏറ്റവും വലിയ തെളിവായി ദൈവവചനത്തിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. വചനം കേട്ടോ ഉണരൂ, യേശുവിൻ സാക്ഷികളാകൂ. വചനം കേട്ടോ ഉണരൂ, യേശുവിൻ സാക്ഷികളാകൂ. സത്യമറിഞ്ഞു നീതിപാതയിൽ സ്വതന്ത്രരായി നടക്കാം. സത്യമറിഞ്ഞു നീതിപാതയിൽ സ്വതന്ത്രരായി നടക്കാം. വചനം കേട്ടോ ഉണരൂ, യേശുവിൻ സാക്ഷികളാകൂ. സത്യമറിഞ്ഞു നീതിപാതയിൽ സ്വതന്ത്രരായി നടക്കാം. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട. നിന്റെ ഭാരങ്ങൾ പ്രയാസങ്ങൾ എന്റെ മേലിട്ടുകൊള്ളുക, കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു. ആയതിനാൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ പ്രയാസങ്ങൾ കർത്താവായ യേശു ക്രിസ്തു പരമേൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തെ പോക്കി ശുദ്ധീകരിച്ച് എനിക്ക് സമാധാനം തരണമേ. എന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. യേശുവേ, ഞാനിതാ എന്നേക്കുമായി അങ്ങയെ വിശ്വസിക്കുന്നു, സ്വീകരിക്കുന്നു. എന്റെ ഹൃദയം അവിടത്തേക്കായി സമർപ്പിക്കുന്നു. അതുകൊണ്ട് നീ വായ കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക. ഇതാ ജയിലറയിൽ കിടന്നിരുന്ന റസിയ ശബ്ദം കേൾക്കുന്നു. അവിടെ ഉള്ളത്തിൽ ആത്മാവ് പറയുന്നു, യേശുവിനെ വിളിക്കണം. അവളുടെ ശരീരം പറയുന്നു, വേണ്ട വേണ്ട, നീ യേശുവിനെ വിളിക്കരുത്, നീ യേശുവിനെ വിശ്വസിക്കരുത്. ഇല്ല, അവളുടെ ആത്മാവ് പറയുന്നു, എനിക്ക് യേശുവിനെ വിളിക്കണം. അവളുടെ ശരീരം പറയുന്നു, അരുത് അരുത്, നീ യേശുവിനെ വിളിക്കരുത്. ആത്മാവും ജഡവും തമ്മിലൊരു സംഘർഷം. എന്നാൽ അവൾ ആത്മാവ് ജയിച്ചു. അവൾ യേശുവിനെ വിളിച്ചു. അവൾ അപേക്ഷിക്കാൻ തുടങ്ങി, കർത്താവായ യേശുവേ, ഞാനിത് അങ്ങയെ വിശ്വസിക്കുന്നു. ഞാൻ എന്നേക്കുമായി അങ്ങേക്ക് ജീവിച്ചു കൊള്ളാം. ഞാനൊരു പാപിയാണ്. അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. അവിടുത്തെ വിശുദ്ധ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവേ. ഞാൻ അങ്ങയുടെ ഒരു മകളായി ജീവിച്ചു കൊള്ളാം. അവൾ തന്റെ ആത്മാവിന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. തരുന്നു നാഥായ ഹൃദയം, താഴ്ത്തിത്തരുന്നു എൻ ഹൃദയം. തരുന്നു നാഥായ ഹൃദയം, താഴ്ത്തിത്തരുന്നു എൻ ഹൃദയം. തിരുകിതമ്പോൾ മെടഞ്ഞെടുക്കാം, തിരുകിതമ്പോൾ മെടഞ്ഞെടുക്കാം. നിന്റെ എഴുത്തം ചെയ്തിടുവാം. രക്ഷിതാവാം യേശുനാഥം, വരുന്നു ഞാനിത ക്രൂശിങ്കൽ. രക്ഷിതാവാം യേശുനാഥം, വരുന്നു ഞാനിത ക്രൂശിങ്കൽ. എനിക്കായി ഒരുക്കിയ ഘോരത്തുള്ളി, ജീവൻ പകരുന്ന സമാധാനം. എനിക്കായി ഒരുക്കിയ ഘോരത്തുള്ളി, പുതുജീവൻ പകരുന്ന സമാധാനം. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചിരുന്നപ്പോൾ അവിടെ ഇറങ്ങിയതുപോലെ റസിയയുടെ ഹൃദയം അവൾ യേശുക്രിസ്തുവിന് സമർപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൾ കിടന്നിരുന്ന കർപ്പൂരങ്ങളിലേക്ക് ഇറങ്ങി അവളോട് സംസാരിച്ചു. ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എന്നിൽ കഴിയാത്ത ദൈവത്തിന്റെ തിരുവചനം. ആ ശബ്ദം കേട്ടവൾ നടുങ്ങിപ്പോയി. കോടി മൈലകളെ സ്തുതി ചെയ്യുന്ന സൂര്യൻ ആ ഭൂമുഖത്ത് ഇറങ്ങിയതുപോലെ അത്ഭുതകരമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രകാശം ആ കൽപ്പുറങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു. ആ പ്രകാശത്തെ കാണുവാനുള്ള ശക്തിയില്ലാതെ അവിടെ കണ്ണുകൾ, അവിടെ ജഡക്കണ്ണുകൾ അടഞ്ഞുപോയി. ആ വെളിച്ചം ഇങ്ങനെ സംസാരിക്കുന്നു.
ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടുകയില്ല. നിന്നിൽ നിന്നും വേർതിരിഞ്ഞവരെ വടക്കിൽ നിന്നും തെക്കിൽ നിന്നും ഞാൻ കൂട്ടിച്ചേർക്കും. അവൾ ആത്മവിവശതയിൽ നിലത്ത് വീണു. സ്വർഗീയ ദർശനത്തിൽ അവൾ മയങ്ങി. മാത്രമല്ല, സന്തോഷം സന്തോഷം സന്തോഷം, ആത്മാവിലെപ്പോഴും സന്തോഷം. സന്തോഷം സന്തോഷം സന്തോഷം, ആത്മാവിലെപ്പോഴും സന്തോഷം. മാത്രമല്ല, ഹൃദയത്തിൻ ഭാരങ്ങൾ നീങ്ങിടും, ആത്മാവിൽ നിത്യരക്ഷ വന്നിടും. ഹൃദയത്തിൻ ഭാരങ്ങൾ നീങ്ങിടും, ആത്മാവിൽ നിത്യരക്ഷ വന്നിടും. സന്തോഷം സന്തോഷം സന്തോഷം, ആത്മാവിലെപ്പോഴും സന്തോഷം. ആത്മാവിലെപ്പോഴും സന്തോഷം. അവൾ തുള്ളിച്ച മിസ്രൈമിൽ ഫറവോന്റെ അടിമയിൽ കിടന്നിരുന്ന ഇസ്രായേൽ ജനം സ്വതന്ത്രരായപ്പോൾ അവർ തപ്പെടുത്തും തകിലെടുത്തും നൃത്തം ചെയ്തതുപോലെ ഇതാ അവൾ തുള്ളിച്ചാടാൻ തുടങ്ങി. അവളുടെ ചെങ്കടൽ മാറി. ഇതാ പുതിയ ജന്മാപാത ഒരുങ്ങിയിരിക്കുന്നു. ഇതുവരെയും തന്നെ ബന്ധിച്ചിരിക്കുന്ന സാത്താനും സംഘവും ഇതാ ചെങ്കടലിൽ മുങ്ങിപ്പോയി. കാറും കോളും നീങ്ങിയിരിക്കുന്നു. കർത്താവിന്റെ നിത്യജീവന്റെ ഉറവ് അവളിലൂടെ ഒഴുകാൻ തുടങ്ങി. ഇതാ അവളുടെ മുന്നിൽ നീതിസൂര്യൻ ഉദിച്ചിരിക്കുന്നു. ലോകം നൽകാത്ത സമാധാനം, ലോക ശക്തികൾക്ക് തരാൻ കഴിയാത്ത സമാധാനം, ഈ ലോകത്ത് ആർക്കും നൽകാൻ കഴിയാത്തതായ സമാധാനം, യേശുക്രിസ്തുവിന്റെ അഗോചരമായിരിക്കുന്ന നിത്യസ്നേഹം ഇതാ അവളുടെ ഉള്ളിലേക്ക് ഒഴുകി. നോക്കണേ, യേശുവിന്റെ സ്നേഹം നോക്കൂ, ക്രൂശിലെ സ്നേഹം തന്നെ. യേശുവിന്റെ സ്നേഹം നോക്കൂ, ക്രൂശിലെ സ്നേഹം തന്നെ. ഇന്നെ നദിയൊഴുകും എപ്പോഴും, അകിക്കുന്ന ഏവർക്കും കണ്ടുകേണം. ജീവന്റെ അപ്പം തന്നെ സ്വർഗത്തിൽ വന്നിറങ്ങി. ജീവന്റെ അപ്പം തന്നെ സ്വർഗത്തിൽ വന്നിറങ്ങി. സ്വർഗീയ മന്നയായപ്പോഴും നല്ല സമരക്കാരനായി വന്നിടും. കർത്താവിൽ നിന്നും പ്രാപിച്ച മഹിമ കണ്ട സാക്ഷ്യം പ്രസ്താവിക്കാൻ റസിയുടെ ഹൃദയം വല്ലാതെ വെമ്പൽ കൊണ്ടു. ശമര്യക്കാർ യേശുവിനെ കണ്ടപ്പോൾ താൻ നാട്ടിൽ ചെന്ന് ദേശത്തും പട്ടണങ്ങളിലും യേശുക്രിസ്തുവിനെ വിളിച്ചറിയിച്ചതുപോലെ തനിക്ക് ജയിലിൽ നിന്നും ഒരു മോചനം ലഭിച്ചിരുന്നു എങ്കിൽ റസിയ ആശിച്ചു പോയി അവളുടെ ഹൃദയം കൊണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശബ്ദം ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. യെരൂശലേം സ്വന്തം സ്ഥലം, യഹൂദ്യ സ്വന്തം ദേശം, ശമര്യ അയൽ രാജ്യം. ഭൂമിയുടെ അറ്റത്തോളം ഭൂലോകത്തിന്റെ എല്ലായിടവും ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്തതായ അറിയാത്തതായ അനുഗ്രഹ സുന്ദരമായ ദിവസങ്ങൾ ആ കാരാഗ്രഹത്തെ സ്വർഗീയ ഗ്രഹമായി മാറ്റിയിരിക്കുന്നു. ഭൂമിയിലെ മരുഭൂമിയെ നീരുറയായി മാറ്റുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സീനായ് മലയിൽ ഇറങ്ങി ദൈവം കൽപ്പിച്ചു നമ്മോടന്ന്, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലെന്നോർക്കണം ചട്ടമായി. ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലെന്നോർക്കണം ചട്ടമായി. സീനായ് മലയിൽ ഇറങ്ങി ദൈവം കൽപ്പിച്ചു നമ്മോടന്ന്, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലെന്നോർക്കണം ചട്ടമായി. ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലെന്നോർക്കണം ചട്ടമായി.
മോശയിൽ കൽപ്പിച്ച ന്യായ പ്രമാണം നിഴലിനടിസ്ഥാനമിട്ടു. മോശയിൽ കൽപ്പിച്ച ന്യായ പ്രമാണം നിഴലിനടിസ്ഥാനമിട്ടു. പൊരുളായി നിൽക്കുന്നു കൃപയിൽ എന്നും മാറ്റമില്ലാത്ത തിരുനാമം. പൊരുളായി നിൽക്കുന്നു കൃപയിൽ എന്നും മാറ്റമില്ലാത്ത തിരുനാമം. സീനായ് മലയിൽ ഇറങ്ങി ദൈവം കൽപ്പിച്ചു നമ്മോടന്ന്. ഞാനല്ലാതെ വേറൊരു ദൈവം നമ്മോർക്കണം ചട്ടമായി. ഞാനല്ലാതെ വേറൊരു ദൈവം നമ്മോർക്കണം ചട്ടമായി. ഞാനല്ലാതെ വേറൊരു ദൈവം നമ്മോർക്കണം ചട്ടമായി. ഇതടുത്ത ഒരു പുതിയ പ്രഭാതം. ആ പ്രഭാതത്തിൽ റസിയയെ മോചിപ്പിച്ചുകൊണ്ട് കോടതിയിൽ ഉത്തരവ് നൽകി അവൾ ആ ശിക്ഷാവിധിയിൽ നിന്നും മോചിതയായിരിക്കുന്നു. ആ ജയിലിൽ കിടന്ന് നമ്മൾ ചിന്തിച്ചു, താൻ ഈ ജയിലിൽ നിന്നിറങ്ങിയാൽ താൻ എവിടെയാണ് പോകുക? തനിക്ക് ആരാണ് ഒരു അഭയം തരിക? ഒരു ലക്ഷ്യവുമില്ല. അവൾ ജയിലിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. യേശു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. അവൾ വിശ്വസിച്ചു. അവൾ ആ യേശുവിന്റെ മഹിമ കണ്ടു. എന്നാൽ അവൾ നേരെ പോയത് 7 അടിസ്ഥാന ഉപദേശത്തിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് ചെന്ന് കയറിയത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ആ വിശ്വസ്തനായിരിക്കുന്ന ദൈവം നയിക്കുന്ന കൂട്ടായ്മയിലേക്ക് അവൾ ചെന്ന് കയറി. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നാം ഈ സമയം വരെയും അവളുടെ അനുഭവ സാക്ഷ്യം ആ സഭയിൽ നിന്ന് പറഞ്ഞുകൊണ്ടുവന്നതാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഈ സഭയിൽ ഇതാ അവൾ വന്ന് കയറിയിരിക്കുന്നു. അവൾ ആ ജനത്തോട് പറയുന്നു, അങ്ങനെയാണ് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ മുൻപാകെ ഈ അനുഭവ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഒരുക്കി തന്ന അവസരമാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൾ കണ്ണീരൊഴുക്കി. അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകുന്നു. കഥ പറയാം ഞാൻ, കഥ പറയാം, യേശുവിനെ സ്വീകരിച്ച കഥ പറയാം. കഥ പറയാം ഞാൻ, കഥ പറയാം, യേശുവിനെ സ്വീകരിച്ച കഥ പറയാം. ഈ പല്ലവി വേറൊരാൾ ഏറ്റുപാടുന്നു. അത് മറ്റാരുമല്ല, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ ഒരു അനുഭവമാണ്. അത് മറ്റാരുമായിരുന്നില്ല. ആ സഭ നയിക്കുന്ന ആ സഭയിലെ ദൈവദാസൻ അയാൾ വിളിച്ചു പറഞ്ഞു, ആ മുദ്രാമൻ ഞാനായിരുന്നു, ആ മുദ്രാമൻ ഞാനായിരുന്നു, ആ മുദ്രാമൻ ഞാൻ തന്നെ. അവിടെ കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്കെല്ലാം അവർ അത്ഭുതം കണ്ട കണക്ക് അവരെല്ലാവരും മെടിച്ചിരുന്നു പോയി. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടായ്മയുടെ മറ്റൊരു വാതിൽ, മുൻവശത്തുള്ള വാതിലിൽ വേറൊരു ദൈവദാസൻ പ്രത്യക്ഷപ്പെട്ടു. ആ ദൈവദാസൻ അവിടെ വന്നതും അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം അദ്ദേഹത്തെ നോക്കുവാൻ തുടങ്ങി. അത്ഭുതം, 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 യേശുവിന്റെ നാമത്തിൽ അത്ഭുതം, 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 യേശുവിന്റെ നാമത്തിൽ അത്ഭുതം. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു. ജാതികൾ നീങ്ങി, വ്യാധികൾ നീങ്ങി, ജാതികൾ നീങ്ങി, വ്യാധികൾ നീങ്ങി, ഭൂതക്രിസ്തന്മാർ അലറിയോടുന്നു. ജാതികൾ നീങ്ങി, വ്യാധികൾ നീങ്ങി, ഭൂതക്രിസ്തന്മാർ അലറിയോടുന്നു. അത്ഭുതം, യേശുവിന്റെ അത്ഭുതം തന്നെയാണ്. അവൾ ചിന്തിച്ചു, കർത്താവായ യേശു ക്രിസ്തു, ഞാൻ വിശ്വസിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
അവിടെ വെച്ച് എന്റെ ഉള്ളത്തിൽ തന്ന ഓർമ്മ അവൾക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു. നിന്നിൽ നിന്നും വേർതിരിഞ്ഞവരെ ഞാൻ കൂട്ടിച്ചേർക്കും. വടക്കു നിന്നും തെക്കു നിന്നും അവർ നിന്റെ അരികിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവ് ഒരിക്കലും കള്ളം പറയുകയില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞത് നിവർത്തിച്ചത് കൊണ്ട് തന്നെ ഇരിക്കും. ഇതാ അതിവിടെ നിവൃത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ കൂട്ടായ്മയിലേക്ക് പ്രത്യക്ഷപ്പെട്ട ആ ദൈവദാസൻ ഈ കൂട്ടായ്മകളെല്ലാം കേന്ദ്രീകരിച്ച് ഇതിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. ഇതാ ആ ദൈവത്തിന്റെ തിരുവചനം, അവരെ കൂട്ടിച്ചേർത്തായ ആ ദൈവത്തിന്റെ തിരുവചനം ഇവിടെ സാക്ഷീകരിക്കപ്പെടുന്നു. ഇതാ വടക്കു നിന്നും കിഴക്കു നിന്നും ഞാൻ ജനത്തെ നിന്റെ അടുത്ത് കൂട്ടിവരുത്തും എന്ന് പറഞ്ഞു. ഇത് അവരുടെ ഉള്ളിൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നു. ആ വാതിലിന് നേരെ നിൽക്കുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്റെ ഇക്കയാണോ? ആ സംശയം അവളുടെ ഉള്ളിൽ ബാക്കി അവൾ സംശയിക്കുന്നു. ഒരു ദിവസം തന്റെ വാപ്പയ്ക്ക് മദ്യം കഴിക്കുവാൻ കാശില്ലാതിരുന്നപ്പോൾ ഒരു സായിപ്പിന് തുച്ഛമായ വിലക്ക് തന്റെ ഇക്കായ എന്റെ വാപ്പ വിലക്ക് വിറ്റുകളഞ്ഞു. ആ എനിക്ക് നിന്നേക്കുമായി നഷ്ടപ്പെട്ട എന്റെ ഇക്കായാണോ ആ നിൽക്കുന്നത്? അവളുടെ ഉള്ളിൽ സംശയം വേലിയേറ്റമായി. അതവിടെ ഹൃദയത്തിൽ കിടന്ന് ഒഴുകുന്നു. അവൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ മുത്തുരാമൻ സഭാമധ്യേ റസിയ എന്നിൽ നിന്നും വേർതിരിഞ്ഞപ്പോൾ ഞാൻ മാനസിക രോഗിയായി മാറ്റപ്പെട്ടു. എന്റെ ഹൃദയത്തിൽ താങ്ങാനാവാത്ത ദുഃഖവും പേറി ഞാൻ നാട് നീളെ അളഞ്ഞു. എന്നാൽ ഞാനും മറ്റൊരു മാറാവ്യാധിയായ രോഗത്തിന് അടിമപ്പെട്ട് രോഗം പിടിച്ച് എനിക്കും കുടുംബത്തിനെല്ലാം വിറ്റുവരയ്ക്ക് ചികിത്സിച്ചിട്ട് എന്റെ രോഗത്തിന് മാറ്റം വന്നില്ല. നാട്ടുകാരൻ സമൂഹമല്ല എന്ന് വെറുത്തു. മതങ്ങളും മതാചാരങ്ങളിലും ചെന്നുപെട്ടു. ഞാൻ പലതും ചെയ്തു നോക്കി. എനിക്കൊരിടത്തും ഒരു സമാധാനവും ലഭിച്ചില്ല, സൗഖ്യവും കണ്ടെത്തിയില്ല. അങ്ങനെ ഞങ്ങൾക്കുള്ള സ്ഥലങ്ങളെല്ലാം വിറ്റുപറക്കി ഡോക്ടർമാർക്ക് കൊടുത്തു, മന്ത്രവാദങ്ങൾ ചെയ്ത് പലതും ചെയ്തു നോക്കി. ഇല്ല, എന്റെ രോഗത്തിനൊരു മാറ്റം വന്നില്ല. പ്രിയമുള്ളവരെ, ഞാനൊരു തീരുമാനമെടുത്തു. ഈ മാറാ രോഗം പിടിച്ചു ജീവിതത്തിൽ സ്നേഹിച്ചു വരുന്നവരെല്ലാം അകന്നുപോയി. ഞാൻ എന്തിനു ഭൂമിക്ക് ഭാരമായി ജീവിക്കണം എന്ന് ഓർത്തുകൊണ്ടോ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു രാത്രി തറവാടിന്റെ പരിസരത്തുള്ള റെയിൽവേ പാളത്തിൽ ഞാൻ ചാടി മരിക്കുവാൻ തീരുമാനിച്ചു. അകലെ നിന്നും പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ ശബ്ദം കേട്ടത് ഞാൻ ഓടി. എല്ലാം മാറാരോഗത്തിന് മടിമയായി ജീവിക്കുന്നതിനേക്കാൾ വരി മരിക്കുന്നതാണെന്നുള്ളത് ഞാൻ തീരുമാനത്തോട് പാളത്തിലേക്ക് എടുത്തു ചാടി. ഞാൻ ചാടിയത് എന്റെ എന്നെ ബലമായി പുറത്തേക്ക് നിന്നു. ഞാൻ ചെന്നൊരു മണൽത്തിട്ടയിൽ കവിഴ്ന്നു വീണു. നോക്കുമ്പോൾ ആ വാതിൽ നിൽക്കുന്ന ആ ദൈവദാസൻ, ഈ നിൽക്കുന്ന റസിയായുടെ സഹോദരൻ നിസാദ് എന്റെ നെഞ്ചിൽ ബൈബിൾ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, സർവരോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവ നിന്റെ പക്ഷത്തുണ്ട്. നീ എഴുന്നേൽക്ക. ഈ ദൈവദാസനിലൂടെയാണ് കർത്താവ് എനിക്ക് രോഗസൗഖ്യം തന്നത്. ഈ ദൈവദാസനിലൂടെയാണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത്. ഓടുന്ന ജനങ്ങളെല്ലാം എല്ലാവരുടെയും കണ്ണിൽ നിന്ന് റസിയ അവൾ ആകെ മിഴിച്ചു നിൽക്കുകയാണ്. യേശുവിന്റെ രോഗത്തെ സൗഖ്യമാക്കി ഞാൻ രക്ഷ കണ്ടെത്തി. ആ വാതിൽ നിൽക്കുന്ന ദൈവദാസൻ മുന്നോട്ട് വന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. അയാളും അയാളുടെ അനുഭവം പറയാൻ തുടങ്ങി. എന്നെ വിലയ്ക്ക് വാങ്ങിയ സായിപ്പ് ഒരു നാമകരണ ക്രിസ്ത്യാനിയായിരുന്നു. എനിക്ക് വേണ്ടതായ എല്ലാ സൗഭാഗ്യവും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരോടൊപ്പം പള്ളിയിൽ പോകുമായിരുന്നു. എന്നാൽ എനിക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനും അനുഭവിക്കാനും ഒന്നും കഴിയുന്നില്ല. എന്റെ ഹൃദയത്തിൽ പുതിയ ചിന്തയുണർന്നു. എനിക്ക് വേദപുസ്തകത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ പൊരുളുകൾ നിവർത്തിച്ച് കാണണം. ഞാൻ വേദപുസ്തകം വായിച്ചു. എനിക്ക് മനസ്സിലായി,
എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർജനം വാഴ്ത്തും നാമം. എല്ലാ മുഴം കാലുകളും അടങ്ങിടും പേരും എല്ലാ മുഴം കാലുകളും അടങ്ങിടും പേരും വല്ലവത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം ജയജനിക്കുന്ന നാമം. യേശുനാമം അതിശയനാമം ജയജനിക്കുന്ന നാമം. ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, വിശുദ്ധ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. ഞാൻ ആരാധ്യനായ ബഹുമാന്യനായിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവേ, ഞാൻ മറ്റൊരു മതാചാരക്കാരനായിരുന്നു. മതത്തെ ചൊല്ലി എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സത്യമായിരിക്കുന്ന ഒരു ദൈവമുണ്ടോ എന്ന് പലരും വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാകുമെന്ന് ദൈവമേ ഞാൻ അറിയുന്നു. ഞാൻ എന്നെ തന്നെ അങ്ങ് ഏൽപ്പിക്കുന്നു. നീ എനിക്ക് വെളിപ്പെടണം എന്നവൻ വായിക്കുവാൻ തുടങ്ങി. ഒന്ന് മനസ്സിലായി, ഇവിടെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പിശാചിന് കഴിയും, മനുഷ്യന് കഴിയും, മതങ്ങൾക്ക് കഴിയും, മത ആചാരങ്ങൾക്ക് കഴിയും. പക്ഷെയോ ആത്മാവിന്റെ വിടുതലും ആത്മാവിന്റെ നിത്യരക്ഷയും അത് നൽകുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന് ഞാൻ സത്യം മനസ്സിലാക്കി. ആത്മാവിന്റെ രക്ഷ അതിവിടെ ഭൂമിയിൽ ആർക്കും നൽകുവാൻ കഴിയുകയില്ല. ജീവിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ അത് നൽകാൻ കഴിയുമെന്ന് ഞാൻ സത്യം മനസ്സിലാക്കി. അത് മാത്രമല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേർ ഉള്ളതുകൊണ്ട് സന്തോഷിപ്പിൻ. ഇതാ ദൈവജനം എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി തന്റെ അനുഭവവും അവരോടൊപ്പം പങ്കുവെച്ച് എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നു. അവർ ഉള്ളം കൊണ്ട് സന്തോഷിച്ചു, മനസ്സുകൊണ്ട് സന്തോഷിച്ചു, ശരീരം കൊണ്ട് സന്തോഷിച്ചു, സത്യമറിഞ്ഞു. എന്നാൽ ഞാൻ സത്യമറിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോയിരുന്ന ഈ സായിപ്പും കുടുംബവും യഥാർത്ഥമായിരിക്കുന്ന സത്യം കണ്ടെത്തി. അവരും സത്യത്തിൽ സത്യമറിഞ്ഞ് സത്യത്തിൽ സ്വതന്ത്രരായി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദിവസം എന്നോട് ഇടപെട്ട് പറഞ്ഞു, നീ ജനിച്ച നാട്ടിലേക്ക് നീ കടന്നു പോകണം. ഞാൻ എൻ്റെ നാട്ടിലേക്ക് കടന്നു വന്നു. ഞാൻ ആയിരുന്ന സ്ഥാനത്തൊക്കെ എൻ്റെ വാപ്പയെയും എൻ്റെ ഈ പെങ്ങളെയും കുറിച്ച് ഓർത്ത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ നാട്ടിൽ ഞാൻ കടന്നു വന്നു. എൻ്റെ വാപ്പയെ ഞാൻ അന്വേഷിച്ചപ്പോൾ വാപ്പ എന്നേക്കുമായി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്നാൽ എൻ്റെ പെങ്ങൾ ഇവിടെ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ നാം യേശു ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു. ദൈവം കൂട്ടിച്ചേർത്ത നമ്മെ ഇവിടെ ആർക്ക് പിരിക്കുവാൻ കഴിയും? അങ്ങനെ പ്രിയമുള്ളവരെ, അവർ പിരിഞ്ഞുപോയവരൊക്കെയും യഥാർത്ഥമായി നിത്യരക്ഷ കണ്ടെത്തി ക്രിസ്തു യേശുവിൽ ഒന്നായി തീർന്നു. മതങ്ങളെയും മതാചാരങ്ങളെയും പങ്കുവെച്ച് ഇവിടെ ഹല്ലേലൂയ ദൈവത്തെ പങ്കുവെച്ച് വെല്ലുവിളിച്ച് നടക്കുമ്പോൾ മതങ്ങളെല്ലാം വെറും ആചാരങ്ങളും എഴുത്തുകളും മാത്രം മനസ്സിലാക്കി യഥാർത്ഥമായിരിക്കുന്ന ആത്മാവിന്റെ രക്ഷ അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണെന്ന് യഥാർത്ഥമായി സത്യം കണ്ടെത്തി അവർ സ്വതന്ത്രരായി. അവർ ഒന്നിച്ചു പാടി, ഞാൻ വണങ്ങുന്ന ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത പ്രതിമയല്ല. ഞാൻ വണങ്ങുന്ന ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത പ്രതിമയല്ല. മതവുമല്ല, പാരമ്പര്യത്തിൻ ശക്തിയല്ല, ജാതിയല്ലവൻ മതവുമല്ല, പാരമ്പര്യത്തിൻ ശക്തിയല്ല.
പ്രകൃതിയുമല്ലവൻ ശാസ്ത്രവുമല്ലവൻ ശാശ്വതവാസിയാം എന്റെ ദൈവം. പ്രകൃതിയുമല്ലവൻ ശാസ്ത്രവുമല്ലവൻ ശാശ്വതവാസിയാം എന്റെ ദൈവം. ഞാൻ വണങ്ങുന്ന ദൈവം ഒരു ശിലയല്ല, രൂപമല്ല, വിളിച്ചാലും കേൾക്കാത്ത പ്രതിമയല്ല. മണ്ണല്ല വിണ്ണല്ല മാമലയുമല്ല പാരമ്പര്യത്തിൻ ശക്തിയല്ല. മണ്ണല്ല വിണ്ണല്ല മാമലയുമല്ല ഈ ലോകദൈവത്തിൻ ശക്തിയല്ല. വിദ്യയല്ല അവൻ മൂർത്തിയല്ല എന്റെ ദൈവം. വിദ്യയല്ല അവൻ മൂർത്തിയല്ല നാമമാം എന്റെ ദൈവം. ഞാൻ വണങ്ങുന്ന ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത പ്രതിമയല്ല. അവർ ഒന്നിച്ചു പാടി, അവർ കൂട്ടായ്മയിൽ പങ്കുവച്ചു. അവർ ഇന്നും ദൈവത്തെ സാക്ഷീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇതോടുകൂടി ഈ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.